കൈവെട്ടു കേസിൽ അറസ്റ്റിലായ സവാദിന്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് NIA. സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് പ്രാദേശിക സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. അതേസമയം സവാദ് കൈവെട്ടു കേസ് പ്രതിയാണെന്ന് അറിയുന്നത് ഇന്നലെ ആണ് എന്നാണ് സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ 24-നോട് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ പേര് സവാദ് എന്നാണെന്ന് മകൾക്കറിയാമായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. വിവാഹം ചെയ്യുമ്പം ഈ പേര് തന്നെയായിരുന്നോ? എങ്ങനെയായിരുന്നു വിവാഹം ചെയ്യുമ്പം? പേര് ഷാജഹാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വലപട്ടണം മണ്ണ. അവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. നിങ്ങൾ എവിടുന്ന പരിചയപ്പെട്ട്? എവിടുന്നാ? ഞാൻ ഉള്ളാല ദർഗത്തിന്. പിന്നീട് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? മഞ്ചേശ്വരത്തേക്ക് വരാറുണ്ടായിരുന്നോ? പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു, അവർ പ്രസവിക്കുമ്പോ അവർക്ക് പറഞ്ഞു. ഈ സവാദാണെന്നുള്ള കാര്യം ഇന്നലെയാണോ നിങ്ങൾ അറിയുന്നത്? ഇന്നലെ അറിയാവോ? അവക്ക് മോൾക്ക് മുമ്പ് അതിന്റെ കുഞ്ഞുങ്ങളാകുമ്പോ അറിഞ്ഞെന്ന് ഇപ്പൊ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും കാസർഗോഡ് നരുൺ പൂപ്പറമ്പയും ചേരും. ശ്രീകാന്ത്, ഇതിൽ NIA-യുടെ അടുത്ത നീക്കം എന്താണ്? ഈ സവാദിന് ഇങ്ങനെ ഒളിവിൽ താമസിക്കാൻ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണോ കരുതുന്നത്? ഇയാൾ ഒരിക്കൽ പോലും രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ അന്വേഷണ ഏജൻസികൾ? ഒരിക്കലുമില്ല. നിലവിൽ ഇയാൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അന്വേഷണ സംഘത്തിന്. ഇയാൾ പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസി ഇപ്പോൾ സംശയിക്കുന്നത്. 13 കൊല്ലം ഇയാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അതിൽ 8 കൊല്ലം അയാൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടുന്നത്. അതായത് വിവാഹശേഷം 8 കൊല്ലവും അയാൾ നാട്ടിൽ തന്നെയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിനു മുൻപുള്ള 5 കൊല്ലത്തെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ കാസർഗോഡ് സ്വദേശിയായ SDPI നേതാവിൻ്റെ മകളെ വിവാഹം കഴിച്ച് കണ്ണൂരിൽ 3 മാറി മാറി താമസിച്ചു എന്നാണ് പറയുന്നത്. SDPI പോപ്പുലർ ഫ്രണ്ട് നേതൃത്വമാണ് ഇയാൾക്ക് ഒളിവിൽ താമസിക്കാനുള്ള സഹായം ചെയ്തു നൽകിയത്. ഒപ്പം തന്നെ റിയാസ് എന്ന SDPI നേതാവിൻ്റെ കൂടെ മരപ്പണിക്കാരനായാണ് ഇയാൾ ജോലി ചെയ്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇയാൾക്കൊരു അബദ്ധം പറ്റി. ഷാജഹാൻ എന്ന പേര് മാറ്റിയിട്ടും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്നാണ് എഴുതിയിരുന്നത്. സംശയം തോന്നി ഇയാളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറ്റവും ഒടുവിൽ ഇത് സ്ഥിരീകരിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ സവാദ് എന്ന് കണ്ടെത്തി. തൊട്ട് പിന്നാലെ NIA സംഘം അത് ക്രോസ് ചെക്ക് ചെയ്തു. ഒടുവിൽ അത് സവാദ് എന്ന് തന്നെ ഉറപ്പിച്ചു. ഏറ്റവും അവസാനം അറസ്റ്റിലേക്ക് എത്തി. യെസ്, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുക. അരുൺ, ഈ സവാദിന്റെ ഭാര്യാപിതാവ് അദ്ദേഹം ഒരു SDPI-യുടെ പ്രാദേശിക നേതാവാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ പശ്ചാത്തലം? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് SDPI ബന്ധമുണ്ടെന്ന് ഈ ഭാര്യാപിതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ സമ്മതിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്ത് SDPI-യുടെ അത്തരത്തിലൊരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. 2016-ലാണ് ഈ സവാദിനെ ഈ അബ്ദുറഹ്മാൻ പരിചയപ്പെടുന്നത്. അത് കർണാടക ഉള്ളാലിലെ ഒരു ആരാധനാലയത്തിൽ വെച്ച് പരിചയപ്പെടുത്തുന്നതാണ് ഈ ഭാര്യാപിതാവ് പറയുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. പിന്നീട് കൂടുതൽ അടുപ്പത്തിലായി. അങ്ങനെയാണ് മകളെ വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിച്ചത്. വിവാഹം ചെയ്ത് നൽകുമ്പോൾ ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞത്. കണ്ണൂർ സ്വദേശിയാണ് എന്ന വിവരമാണ് നൽകിയത്. ആ പള്ളിയിലും വിവാഹ സമയത്ത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകിയതെന്നാണ് ഈ അബ്ദുറഹ്മാൻ പറയുന്നത്. അതിനുശേഷം, വിവാഹത്തിന് ശേഷം ഒരാഴ്ച മാത്രമേ മഞ്ചേശ്വരത്ത് താമസിച്ചിട്ടുള്ളൂ. കണ്ണൂരിലേക്ക് പോയി. ആദ്യം വളവണ്ടത്തും പിന്നീട് വിളക്കോടും മട്ടന്നൂരിലുമാണ് താമസിച്ചതെന്ന് ഈ അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്. പിന്നീട് തനിക്ക് ഈ സവാദാണെന്നുള്ള കാര്യത്തെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട സമയത്താണ് ഇത് സവാദാണെന്ന കാര്യം മനസ്സിലാക്കിയത്. അത്തരത്തിൽ വിവരം ഉണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മകൾക്ക് ഇതിനെ സംബന്ധിച്ച് മുമ്പ് അറിയാമായിരുന്നു. അതായത് സവാദാണെന്ന കാര്യം മകൾക്ക് അറിയാമായിരുന്നു എന്ന കാര്യം കൂടി ഈ അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ഇതൊരു വെളിപ്പെടുത്തലാണ്. ഇത് വിശ്വാസത്തിലെടുക്കണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണ സംഘം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടെന്നെങ്കിലും ബന്ധം ഈ കാസർഗോഡ്, പ്രത്യേകിച്ച് കർണാടക അതിർത്തി മേഖലയിലൊക്കെ SDPI പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം വളരെ ശക്തമായുള്ളതാണ്. അത്തരം ചില പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ടെന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
യെസ്, ശ്രീകാന്തും അരുൺ പൂപ്പറമ്പയുമാണ് വിവരങ്ങൾ നൽകിയത്. വിശദമായ അന്വേഷണത്തിനാണ് ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറെടുക്കുന്നത്. ഇയാൾക്ക് പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെ വിവരങ്ങൾ അടക്കം ഈ അന്വേഷണ പരിധിയിൽ വരും എന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.